ശ്രീനാരായണീയരെ. ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ചെറുപ്പകാലത്തിലെ ഒരു കഥ നോക്കിയാലോ? അന്ന് വയൽവാരം വീട്ടിൽ ധാരാളം നിലമുള്ള കാലമാണ്. അന്നേരം അതിനനുസരിച്ചുള്ള ജോലിക്കാരുമുണ്ട്. ആ ജോലിക്കാരെ സഹായിക്കാനായിട്ട് അന്ന് മുട്ടൻ കാളകളൊക്കെ ഉണ്ട്. ഈ കാളകളെ കൊണ്ടാണ് അവർ നില ഉഴുകുക. നില ഉഴുത് നല്ല പാകമാക്കിയിട്ട് വേണം ഞാറൊക്കെ നടാനായിട്ട്. അപ്പോൾ ഈ വേലക്കാരായ പണിക്കാരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഈ കാളകളെ വല്ലാതെ ഉപദ്രവിക്കും, മർദ്ദിക്കും. അതുങ്ങളുടെ മേത്തൊക്കെ നല്ല പാട് വീണ് രക്തമൊക്കെ കിനിഞ്ഞ് വരും. ഇത് കണ്ട് കൊച്ചു നാണുവിന് വളരെ സങ്കടമായി. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ മിണ്ടാപ്രാണികളെ ഇങ്ങനെ ഉപദ്രവിക്കുക? സ്വന്തം ദേഹത്ത് മുറിവ് പറ്റിയ വേദനയോ പോലെയാണ് ഭഗവാൻ ചോദിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഇതിനെ നല്ല അടി വെച്ച് കൊടുത്താലേ ഇത് ജോലിയൊക്കെ ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേന് കൊച്ചു നാണു ഒരു ജോഡി കാളകളുമായിട്ട് അടുത്ത ദിവസം വയലിലേക്ക് അങ്ങ് ഇറങ്ങി. കലപ്പി ഏന്തുന്ന കാളകളോട് നല്ല കൂട്ടുകാരോടെന്ന പോലെയാണ് കൊച്ചു നാണു ഇടപെട്ടത്. അടിക്കുവാനുള്ള ചാട്ട അദ്ദേഹം കൈകൊണ്ട് പോലും തൊട്ടില്ല. മടി കാണിക്കുന്ന കാളകളെ വാലിലോ മുതുകിലോ ഒക്കെ ഒന്ന് ചെറുതായിട്ടിങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കും. ജോലി ചെയ്യുക. അത് കേൾക്കുന്ന ഉടനെ അവർ നന്നായി ജോലി ചെയ്യുകയും പഴയതിലും ഉത്സാഹത്തോടെ നാണുവിൻ്റെ കാളക്കുട്ടന്മാർ നന്നായി ജോലി ചെയ്യാൻ തുടങ്ങി. വേഗം നടക്കുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഉഴുവുകാർ പറയുന്ന വഴിയെ കാളയെ ഇങ്ങനെ അടിച്ചു വിടും. പക്ഷേ നാണു കൊണ്ടുപോയ കാളകൾ അവരാ വയലിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു പാത നോക്കി പോകും. അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവരുടെ പുറകെ പോവുകയാണ് നാണു ചെയ്തത്. എല്ലാവരും ചെയ്യുന്നത് കൂടുതൽ ജോലി വൃത്തിയായി ചെയ്യുകയും ചെയ്തു. പോകുന്ന വഴി പോയില്ലെങ്കിൽ തെളിക്കുന്ന വഴിയെ പോയില്ലേ പോകുന്ന വഴി അങ്ങ് തെളിച്ചേക്കുക. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി. മറ്റുഴവുകാരുടെ മർദ്ദനമൊക്കെ ഏറ്റ് വിഷമിച്ച് നിൽക്കുന്ന കാളകളെ പോയി തലോടി അവരുടെ മുറിവൊക്കെ വെച്ച് കെട്ടി മരുന്നൊക്കെ കൊടുക്കുകയും അവർക്ക് അല്പം കൂടെ തീറ്റ കൂടുതൽ കൊടുക്കുകയൊക്കെ അദ്ദേഹം ചെയ്തു പോന്നു. മിണ്ടാപ്രാണികളോട് എന്നും കൊച്ചു നാണുവിന് വളരെയധികം സ്നേഹവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. കൂടാതെ അവരുടെ സ്വാതന്ത്ര്യത്തിലൊന്നും അദ്ദേഹം കടന്നു കയറിയില്ല. ഭഗവാന്റെ ചെറിയ കാലത്തിലെ കഥകൾ ഇതുപോലെയുള്ളവ അറിയുവാനായി നിങ്ങൾ എന്നെയും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂട്ടുക.